അല്ലാഹു നമ്മുടെ ഖൽബിൽ ഈമാൻ നൽകുമാറാകട്ടെ. ഇസ്ലാം എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ അധ്യാപകനാണ് ലോകൈക ഗുരു അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇസ്ലാം എന്ന കലാലയത്തിൽ ഹബീബായ തങ്ങൾ എന്ന ഗുരുനാഥനിൽ നിന്ന് പഠിക്കുന്ന ആ പാഠങ്ങളുടെ റിസൾട്ട് നോക്കുന്ന ആരാണ്? നമ്മുടെ ജീവിതം കൊണ്ട് മുഅല്ലിമായ ഹബീബായ തങ്ങളെ നമ്മുടെ ജീവിതം കൊണ്ട് ഹബീബായ തങ്ങളെ സാംശീകരിക്കുകയും സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും അവസാനം ഒടുവിൽ നമ്മുടെ ജീവിതമാകുന്ന പരീക്ഷയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ റിസൾട്ട് നോക്കുമ്പോൾ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല എന്ന നന്മ മുൻതൂക്കം വന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഈ പരീക്ഷയിൽ തോറ്റുപോകും. അല്ലാഹു നമ്മളെ ഈ ജീവിതമാകുന്ന പരീക്ഷയിൽ വിജയിപ്പിക്കുമാറാകട്ടെ. ഉറക്കെ ആമീൻ പറയാം. അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട എന്റെ പൊന്നു മക്കളെ, എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, എന്റെ ഉമ്മമാരെ, നിങ്ങൾ ഏതാണ്ട് ഒരു വർഷക്കാലമായിട്ട് ബഹുമാനപ്പെട്ട മിസ്ബാഹി ഉസ്താദിൽ നിന്നും അള്ളാഹുവിന്റെ ഹബീബിനെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് പരിവർത്തനം ഉണ്ടായിട്ടില്ലേ? ഇന്നലെ എറണാകുളത്ത് എസ്എൻസി ഗ്ലോബലിന്റെ പരിപാടി നടന്നു. ഇന്നലെ ഒരു ദിവസം മുഴുവനും ആ പരിപാടി നടന്നു. ഏതെങ്കിലും മാധ്യമങ്ങളിൽ എസ്എൻസി ഗ്ലോബൽ നടത്തിയ പരിപാടിയെ സംബന്ധിച്ച് അവർ നടത്തിയ പ്രഖ്യാപനങ്ങൾ മനുഷ്യർക്ക് ഉപയുക്തമാകുന്ന എന്തെങ്കിലും ഒരു സന്ദേശം മുന്നോട്ട് വെക്കാൻ അവരെ കൊണ്ട് സാധിച്ചു? എന്തെങ്കിലും ഒരു നന്മ? ഇന്നലെ ആ പരിപാടിക്ക് ഇരുന്ന ആളുകൾ ഇവിടെ ലൈവ് പോവുകയാണല്ലോ. എസ്എൻസി ഗ്ലോബലിന്റെ നിരീശ്വരവാദികളുടെ ബഹുജന സമ്മേളനത്തിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരാൾ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവിടെ നടന്ന ക്യാമ്പിൽ മുഴുവനും പങ്കെടുത്തതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ തോന്നിയോ, ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്റെ അമ്മയോട്, എന്റെ ഉമ്മയോട് ഞാൻ എന്തെങ്കിലും അബദ്ധവശാൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉമ്മയോട് മാപ്പ് ചോദിക്കണമെന്നൊരു ചിന്ത നിങ്ങളുടെ കൽവിൽ വന്നിട്ടുണ്ടോ? എന്ത് ഹൈറായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ കഴിഞ്ഞത്? എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നേതാവ് കഴിഞ്ഞുപോയി. ഒട്ടകമല്ലാത്തൊരു വാഹനത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത അധകൃതരായ ഒരു സമൂഹത്തിനിടയിൽ ജീവിച്ച ഒരു നേതാവ് ഈ കാലം അത്രയും ജീവിച്ചു കഴിഞ്ഞു. ഷമാഇൽ മുഹമ്മദിയ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തി ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന ശീർഷകത്തിൽ ഒരു വർഷക്കാലമായി ബഹുമാനപ്പെട്ട മിസ്ബാഹി ഉസ്താദ് നടത്തിയ ഈ ഉദ്യമനത്തിൽ ഹബീബായ തങ്ങളെ കേട്ട എത്ര കുട്ടികൾ ഉമ്മയോട് മാപ്പ് ചോദിച്ചിട്ടുണ്ടാവും? ഹബീബായ തങ്ങളുടെ ജീവിതം പഠിച്ച് ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിൽ എനിക്ക് വന്നുപോയ അബദ്ധങ്ങളെ തിരുത്തി നല്ല മനുഷ്യരാകുമെന്ന് ചിന്തിച്ച എത്ര കുട്ടികൾ ഈ മജ്‌ലിസിലുണ്ട്? ഇതുപോലെ ഒരാളെ ഒരു നല്ല മനുഷ്യനാക്കി സൃഷ്ടിക്കാൻ, മാതൃക കാണിക്കാൻ ഈ ലോകത്ത് വേറെ ആരാണുള്ളത്? ശരിയാണ് അൻസാരി, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് ഞങ്ങൾ അങ്ങ് സമ്മതിക്കുന്നു. നിങ്ങളുടെ ഈ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന വിശ്വാസികൾ എല്ലാവരും അങ്ങ് ഭയങ്കര നല്ലവരായി മാറുന്നുണ്ട്. അതുകൊണ്ട് ഉസ്താദ് ഒരു കാര്യം ചെയ്യണം. കേരളത്തിലെ മദ്രസ ഉസ്താദുമാരെയൊക്കെ വിളിച്ച് ശരിയായിട്ടൊന്ന് ഉപദേശിക്കണം. കാരണം എല്ലാ ദിവസവും പത്രത്തിൽ കുറഞ്ഞത് ഒരു മദ്രസ പീഡനത്തിന്റെ വാർത്തയെങ്കിലും ഉണ്ടാകും. നിങ്ങൾ ഇസ്ലാമിന്റെ ആ വലിയ സന്ദേശം ഈ ഉസ്താദുമാരെയും മദ്രസ അധ്യാപകരെയും ഒക്കെ ഒന്ന് പഠിപ്പിച്ചു വിട്ടാൽ 100 കണക്കിന് കുട്ടികളാണ് ഓരോ വർഷവും രക്ഷപ്പെടാൻ പോകുന്നത്. ദയവായി അൻസാരി ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് അടുത്ത മാസം മുതൽ മദ്രസ പീഡനത്തിന്റെ ഒരൊറ്റ വാർത്ത പോലും വരാതെ ഇരുന്നാൽ നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും പിന്നെ എല്ലാവരും നിങ്ങളുടെ പ്രഭാഷണങ്ങൾ കേൾക്കാനും ഇസ്ലാമിനെ പുണരാനും ക്യൂ നിൽക്കുന്നത് നമുക്ക് കാണാം. എന്താ പറ്റുമോ? പിന്നെ നിങ്ങളുടെ പ്രഭാഷണം എല്ലാം കേട്ടിട്ട് കേൾക്കുന്നവർ വീട്ടിൽ ചെന്ന് അവരുടെ അമ്മമാരോട് മാപ്പ് ചോദിക്കാറുണ്ട് എന്നാണല്ലോ അൻസാരി പറയുന്നത്. മറ്റുള്ളവരെ ദ്രോഹിച്ചതിനും വേദനിപ്പിച്ചതിനും നിങ്ങളുടെയൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുന്ന ആളുകൾ ശരിക്കും ദുഃഖിക്കുകയും പിന്നീട് അങ്ങനെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു എന്നാണല്ലോ അൻസാരിയുടെ ഒരു വിടൽ. അൻസാരി ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന ഇസ്ലാമുള്ള രാജ്യങ്ങളിലാണ് ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ആക്രമണങ്ങളും അതിക്രമങ്ങളും എല്ലാം നടക്കുന്നത്. സുഡാനിൽ ആളുകളെയൊക്കെ നിരത്തി നിർത്തി വെട്ടിയും കുത്തിയും കൊല്ലുകയാണ്. കുട്ടികളെയൊക്കെ ജീവനോടെ കുഴിയിലിട്ട് മൂടുകയാണ്. അതെന്താ, അവിടെ ഖുർആൻ വായിക്കാൻ ആർക്കും അറിയാത്തതുകൊണ്ടാണോ ഇവർ ഈ ക്രൂരതകളെല്ലാം ചെയ്യുന്നത്? പാകിസ്ഥാനിൽ ആഴ്ചയിൽ 5ഉം 6ഉം സ്ഫോടനങ്ങൾ വീതമാണ് പള്ളികളിൽ നടക്കുന്നത്. ഏത് നിങ്ങളുടെ ഖുർആൻ ക്ലാസ് കേൾക്കാൻ വരുന്നവരെയാണ് പൊട്ടിത്തെറിച്ച് 16 കഷ്ണങ്ങളാക്കി വാരി കെട്ടി കൊണ്ടുപോകുന്നത്. അഫ്ഗാനിസ്ഥാനിൽ മക്കൾ വരെ അമ്മമാരോട് പറയുന്നത് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി പുരക്കകത്തിരുന്നോ ഇല്ലെങ്കിൽ തട്ടിക്കളയുന്നതാണ്. ഇതൊന്നും ഒരിക്കലും ഒരു എസൻസ് മീറ്റിലോ വേറെ ഏതെങ്കിലും കൂട്ടായ്മയുടെ മീറ്റിൽ വരുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാ മനുഷ്യരും മനുഷ്യാവകാശങ്ങൾ ഉള്ളവരാണെന്നും അത് നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല എന്നും മനസ്സിലാക്കിയ ആളാണ് ഓരോ സ്വതന്ത്രചിന്തനും. അതുകൊണ്ട് അവിടെ പരിപാടിക്ക് വരുന്നവരോട് വീട്ടിൽ ചെന്നിട്ട് അമ്മയെ തല്ലരുത്, ഭാര്യയെ തല്ലരുത് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അതൊക്കെ പറയുന്നതാണ് എന്തോ വലിയ സംഭവം എന്ന് അൻസാരിക്ക് തോന്നുന്നത് വിവരക്കേട് കൊണ്ടാണ്.
ഇനി മുഹമ്മദ് പറഞ്ഞു തരാതിരുന്ന കാര്യം വേണേൽ ആധുനിക നാഗരികതയുടെ കണ്ണിലൂടെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. മതം പഠിച്ചത് കൊണ്ടല്ല ഒരാൾ നന്മ ചെയ്യുന്നത്. നന്മ എന്നത് ഒരു മതത്തിന്റെയും ഏകാധിപത്യ സംഭാവനയുമല്ല, മനുഷ്യന് മാത്രം അവകാശപ്പെടാനുള്ളതുമല്ല. സമൂഹമായി ജീവിക്കുന്ന പല ജീവികൾക്കും അപരനും നമുക്കും ഗുണകരമായി തീരുന്നതെല്ലാം നന്മ തന്നെയാണ്. അപരനോടുള്ള കരുതലാണ് സംസ്കാരവും ധാർമ്മികതയും. അന്യനോടുള്ള കരുതൽ തന്നെയാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്മ ചെയ്യണം. ആത്യന്തിക നന്മ എന്നൊന്നില്ല. കാലികമായി സന്ദർഭോചിതമായി പരിഷ്കരിക്കപ്പെടുന്നതാണ് നന്മ. നിങ്ങൾക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ ഇരിക്കുമ്പോൾ അത് സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് കാരണമാണ്. ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അയാളുടെയും മറ്റുള്ളവരുടെയും അതിജീവനത്തെ അത് പോഷിപ്പിക്കുന്നു. മോശം കാര്യം ചെയ്യുമ്പോൾ അയാളുടെയും മറ്റുള്ളവരുടെയും അതിജീവനത്തെ അത് തടസ്സപ്പെടുത്തുന്നു. സിമ്പിൾ. അതിനൊരു വിശ്വാസത്തിന്റെയും പിൻബലത്തിന്റെ ആവശ്യമേ ഇല്ല. സ്വർഗത്തെ കാണിച്ച് മോഹിപ്പിച്ചും നരകത്തെ കാണിച്ച് പേടിപ്പിച്ചും ചെയ്യിക്കേണ്ട ഒന്നല്ല നന്മ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ രാവിലെ എണീറ്റ് മുറ്റത്തേക്ക് നോക്കുമ്പോൾ അമ്മയെ കാണും. അപ്പം തന്നെ ഓടിച്ചെന്ന് പുസ്തകം തുറന്നു നോക്കി അമ്മയെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പറയുന്ന വരികൾ എടുത്തു വെച്ച് വായിച്ച് മനസ്സിലാക്കിയല്ലോ സ്വന്തം അമ്മയെ നിങ്ങൾ സ്നേഹിക്കുന്നത്. അമ്മയെ സ്നേഹിക്കണം. അതല്ല, ഒരു പുസ്തകം വായിച്ചത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് സ്നേഹം കാണിക്കുന്നതെങ്കിൽ നിങ്ങളെക്കാൾ മോശപ്പെട്ട ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് നിസ്സംശയം പറയാം. ഒരു പുസ്തകം വായിച്ചിട്ട് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ പ്രതിഫലം കിട്ടും എന്ന് പറയുന്ന നന്മ വെറും കപടമാണ്. ഇവർ പറയുന്ന മദ്യപ്പുഴകളും കൂറിമാരെയും സ്വപ്നം കണ്ടിട്ട് ആവരുത് നന്മ ചെയ്യുന്നത്. ഒരു പുസ്തകത്തെ നോക്കി ജീവിക്കുന്നവന്റെ കുഴപ്പവും അതുതന്നെയാണ്. കാരണം അതിലുള്ളതെല്ലാം നടപ്പാക്കാൻ അവൻ ശ്രമിക്കും. അങ്ങനെ നോക്കുന്നതിന്റെ ദുരന്ത ഫലം ലോകം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ? ഇനി മതം പഠിക്കുന്നവന്റെയും പഠിപ്പിച്ച് തലയ്ക്ക് പിടിച്ചു പോയവന്റെയും ഒക്കെ നന്മ നമ്മൾ എന്നും വാർത്താ മാധ്യമങ്ങളിലൂടെ കാണുന്നതാണ്. മദ്രസാ പീഠങ്ങൾ മാസത്തിലായിരുന്നവ ഇപ്പോൾ ആഴ്ചയിൽ മിനിമം 2 എന്ന കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ചിലപ്പോൾ 90% മിക്കതും മാതാപിതാക്കൾ തന്നെ ദീന് സംരക്ഷിക്കാൻ വേണ്ടി ഒതുക്കി കളയാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ അത് പുറത്തും വരാറില്ല. നിങ്ങൾ അത് ചെയ്തോ ഇത് ചെയ്തോ, ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നമാര് വെറും കപടന്മാരാണ്. കാരണം ആ ചെയ്യുന്നത് പുറത്ത് പരസ്യപ്പെടുത്തുന്നത് വേറെ എന്തോ കാണിക്കാനാണ് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവനൊക്കെ ചെയ്തിട്ട് മിണ്ടാതിരിക്കണം, ബാക്കിയുള്ളവരുടെ മണ്ടയ്ക്ക് കയറാൻ പോകരുത്. നീ എന്തെങ്കിലും ചെയ്തോ, വളരെ നല്ല കാര്യം, അംഗീകരിക്കും. പക്ഷെ അത് പുറത്ത് കാണിച്ചിട്ട് മറ്റുള്ളവനെ കുറ്റപ്പെടുത്താൻ പോയാൽ നിനക്കെന്തോ വേറെ ഉദ്ദേശമുണ്ട് എന്ന് തന്നെ കരുതാം. നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്യുന്നത് കൂട്ടത്തിൽ ആളെ കൂട്ടാനോ ദീൻ വളർത്താനോ ഒന്നുമല്ല. അതിൻ്റെയൊക്കെ ആവശ്യം ഇവിടുത്തെ മതങ്ങൾക്കാണുള്ളത്. മതം ചെയ്യുന്നതൊക്കെ കൊള്ള മുതൽ പങ്കുവെച്ച് ആളുകളുടെ വാ മൂടിക്കെട്ടുന്ന ചെപ്പടി വിദ്യകളാണ്. മതസമ്പത്ത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ദേഹം അനങ്ങാതെയുള്ള ചൂഷണമാണത്. കൊതിയും പേടിയും ജനിപ്പിച്ച് അന്ധവിശ്വാസികളെ ഊറ്റുന്നു, അവരുടെ രക്തം കുടിക്കുന്നു. എന്നിട്ട് അതിൽ നിന്നും ഒരു നുള്ളെടുത്ത് ചാരിറ്റി എന്നും സഹായം എന്നും പറഞ്ഞു കൊടുക്കുന്നു. എത്ര വലിയ ഹൃദയവിശാലത അല്ലേ! ഒന്നാന്തരം ബിസിനസ് തന്ത്രമാണിത്. ഇത് പുകമറയാക്കി കൂടുതൽ ചൂഷണം തുടരുന്നു. ആശുപത്രികളും വിദ്യാലയങ്ങളും മതം തുടങ്ങിയത് സമൂഹം സേവിക്കാനല്ല, മതം വളർത്താനാണ്. ചെറുപ്പത്തിലെ മതവിഷം ഉള്ളിൽ കയറ്റാനാണ്. മതത്തോട് ബാധ്യതയും കടപ്പാടും ഉണ്ടാക്കാനാണ്. ഹാജി മസ്താനും ചമ്പൽ കൊള്ളക്കാരും വരെ വലിയ ചാരിറ്റി ചേരുന്നവരാണ്. യുക്തിവാദികൾക്ക് ചൂഷണം ചെയ്ത സമ്പത്തില്ല. അതുകൊണ്ട് തന്നെ വാരിക്കോരി കൊടുക്കാനും ആവില്ല. സ്വന്തം അധ്വാനത്തിന് ചെറിയൊരു പങ്ക് കൊടുക്കാനേ കഴിയും. ഞാൻ ഇന്ന ആൾക്ക് ഇന്ന സഹായം ചെയ്തത് ഞാൻ മതവിശ്വാസി അല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരെ നിങ്ങൾക്ക് കാണാനേ കഴിയത്തില്ല. ഇവന്മാരുടെ പ്രശ്നം ഇതൊന്നുമല്ല. ആളുകൾ സ്വതന്ത്രമായി ചിന്തിക്കരുത്, സംശയിക്കരുത്, ചോദ്യങ്ങൾ ചോദിക്കരുത്, എല്ലാം ഞങ്ങൾ അണ്ണന്മാര് പറഞ്ഞു തരും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ അങ്ങ് കൂടിയാൽ മാത്രം മതി. പക്ഷേ അതിന്ന് നടക്കുന്നില്ല. ഇസ്ലാമിൽ നിന്നും ഇൻകമിങ്ങിനേക്കാൾ ഔട്ട് ഗോയിങ്, അതായത് കൊഴിഞ്ഞു പോക്ക് കൂടുന്നു. അപ്പോൾ ഞമ്മക്ക് ബേജാറ് ഉണ്ടാവാതിരിക്കും. ഇത് ഞാൻ പറയുന്നതല്ല, ഇവരുടെ തന്നെ ഉസ്താദുമാർ വന്ന് സോഷ്യൽ മീഡിയയിൽ സങ്കടം പറയുന്നത് കണ്ടിട്ടുണ്ട്. ഇന്ന് നിമിഷ നേരം കൊണ്ട് വിവരങ്ങൾ മസ്തിഷ്കങ്ങളിൽ നിന്നും മസ്തിഷ്കങ്ങളിലേക്ക് പോകാൻ സോഷ്യൽ മീഡിയ യുഗത്തിൽ ഇന്ന് കഴിയുന്നുണ്ട്. 1,00,000 ആളുകൾ ഉന്നയിക്കുന്ന നുണകളെയും പ്രൊപ്പഗണ്ടകളെയും ഒരാൾ വിചാരിച്ചാൽ പോലും തുറന്നു കാട്ടാമെന്ന സ്ഥിതി വന്നിരിക്കുന്നു. കവലപ്രസംഗങ്ങളുടെ താളാത്മകതയ്ക്കും ശബ്ദ സൗകുമാര്യത്തിനും തീവ്രതയ്ക്കും ഉപരിയായി ആളുകൾ ഒരു കാര്യം കേൾക്കുമ്പോൾ തിരിച്ച് ചോദ്യം ചോദിക്കുന്നു. തെളിവുണ്ടോ ചേട്ടാ, ആ വാർത്തയുടെ ലിങ്ക് ഉണ്ടോ ചേട്ടാ എന്നൊക്കെ അന്വേഷിച്ചു തുടങ്ങിയിരിക്കുന്നു. അതാണ് ഇവിടെയും അൻസാരിയുടെ പ്രശ്നം. ആളുകളെ സ്വതന്ത്രമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ, കൂട്ടായ്മകൾ ഉയർന്നു വരുന്നത് ഇവരുടെ ബിസിനസ് ഭാവിക്ക് ഭീഷണിയാകുമെന്ന് ഭയപ്പെടുന്നു. പണ്ട് പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്നാണ് ഇവന്മാരെ പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് പറയുന്നു പഠിച്ചതൊന്നും പുറത്ത് പറയാതിരിക്കൂ സുഹൃത്തെ എന്നാണ്. കാരണം അത് ഞങ്ങൾക്ക് വ്രണപ്പെടും. വ്രണപ്പെട്ടാൽ ഞങ്ങൾ സമാധാന മതമാകില്ല, ഒരു സമാധാനവും തരാത്ത മതം. എന്തായാലും അണ്ണൻ സ്നേഹത്തെയും കരുണയെയും കുറിച്ച് പറഞ്ഞതല്ലേ, നമുക്ക് കുറച്ച് കരുണ കേട്ടിട്ട് അപ്പോൾ പിരിയാം. ഖുർആൻ 9:23. സത്യവിശ്വാസികളെ, നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ സഹോദരങ്ങളും സത്യവിശ്വാസത്തെക്കാൾ സത്യനിഷേധത്തെ പ്രിയങ്കരമായി കരുതുകയാണെങ്കിൽ അവരെ നിങ്ങളുടെ രക്ഷകർത്താക്കളായി സ്വീകരിക്കൽ. നിങ്ങളിൽ നിന്നും ആരെങ്കിലും അവരെ രക്ഷകർത്താക്കളായി സ്വീകരിക്കുന്ന പക്ഷം അവർ തന്നെയാണ് അക്രമികൾ. ഇനി 98-ാം അധ്യായം 6-ാം വാക്യം. തീർച്ചയായും വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട സത്യനിഷേധികൾ നരകാഗ്നിയിലാകുന്നു, അവരതിൽ നിത്യവാസികളായിരിക്കും. അക്കൂട്ടർ തന്നെയാകുന്നു സൃഷ്ടികളിൽ മോശപ്പെട്ടവർ. അടുത്തത് 24:3. വ്യഭിചാരിയായ പുരുഷൻ വ്യഭിചാരിണിയെയോ ബഹുദൈവ വിശ്വാസിയോ അല്ലാതെ വിവാഹം കഴിക്കാറില്ല.
ഇനി വ്യഭിചാരിണിയെ വ്യഭിചാരിയോ ബഹുദൈവ വിശ്വാസിയോ അല്ലാതെ വിവാഹം കഴിക്കാറുമില്ല. സത്യവിശ്വാസികളുടെ മേൽ അത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇനി പുട്ടിന് പീര പോലെ ഒരു ഹദീസും കൂടെ കിടക്കട്ടെ അല്ലേ. അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ വിവാഹം ക്രമീകരിക്കരുത്. ഒരു സ്ത്രീയും സ്വന്തം വിവാഹവും ക്രമീകരിക്കരുത്. സ്വന്തം വിവാഹം ക്രമീകരിക്കുന്നവളാണ് വ്യഭിചാരിണി. എങ്ങനെയുണ്ട്?